പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി. മുറിച്ചു കിടത്തിയ 104 ഈട്ടി മരങ്ങൾ കണ്ടുകെട്ടിയ വനംവകുപ്പ് നടപടിക്കെതിരെ റിപ്പോർട്ടർ TV ഉടമകളായ ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീലിലാണ് കോടതി തള്ളിയിരിക്കുന്നത്. വയനാട് അഡീഷണൽ ജില്ലാ കോടതിയുടെയാണ് നടപടി. വനംവകുപ്പിന് വേണ്ടി ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ജെ പ്രമോദാണ് ഹാജരായത്. എം കമൽ ചേരുന്നുണ്ട്. കമൽ, പ്രധാനപ്പെട്ട കേസിലാണിപ്പോൾ ഹർജിക്കാരുടെ പ്രതികളുടെ ഈ അപ്പീൽ തള്ളിക്കൊണ്ട് പ്രതികൾക്ക് തിരിച്ചടി എന്ന നിലയിൽ കോടതി ഉത്തരവ് വരുന്നത്. എന്താണ് ഈ കേസിൽ കോടതി കുറച്ചുകൂടി ആഴത്തിൽ സ്ഥിരീകരണം നടത്തുന്നത്? പ്രജീഷ്, കോടതിയുടെ വിധിപ്പകർപ്പ് നമുക്ക് കിട്ടുന്നതേയുള്ളൂ. പക്ഷേ ഇത് ആദ്യമായാണ് ഒരു കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ തടികളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഒരു ഉത്തരവ് വരുന്നത്. അതായത് ഈ മുട്ടിൽ സൗത്ത് വില്ലേജിൽ പട്ടയ ഭൂമി സർക്കാരിലേക്ക് റിസർവ് ചെയ്തിരുന്ന, വനഭൂമിയല്ല പട്ടയ ഭൂമിയിൽ സർക്കാരിലേക്ക് റിസർവ് ചെയ്തിരുന്ന ഈട്ടിത്തടികൾ ഉൾപ്പെടെയുള്ള 500 വർഷം പഴക്കമുള്ള ഈട്ടി ഉൾപ്പെടെയുള്ള മരങ്ങളാണ് പ്രതികൾ മുറിച്ചു കടത്തിയത്. വനംവകുപ്പ് ഈ തടികൾ പിടിച്ചെടുക്കുകയും പിന്നീട് കണ്ടുകെട്ടൽ നടപടിയിലേക്ക് കടക്കുകയുമായിരുന്നു. ആ നടപടിക്കെതിരെ, ഈ തടികൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ പ്രതികളായ ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കണ്ടുകെട്ടിയ സൗത്ത് വയനാട് DFOയുടെ നടപടിക്കെതിരെയായിരുന്നു ഈ അപ്പീൽ. ആ അപ്പീലാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അതായത് വനംവകുപ്പ് വാദിച്ചത് ഇത് സർക്കാരിലേക്ക് റിസർവ് ചെയ്ത മരങ്ങളാണ്, പ്രതികൾക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ അപ്പീൽ തള്ളിയിരിക്കുന്നത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ, അതായത് പ്രധാന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സുപ്രീം കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ തടി കണ്ടുകെട്ടിയതിനെതിരെ പ്രതികൾ ജില്ലാ കോടതിയെ സമീപിച്ചത്. ആ അപ്പീലാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അതായത് മരം സർക്കാരിന്റേതാണെന്ന വനംവകുപ്പിന്റെ വാദം കോടതി അംഗീകരിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട് ജില്ലാ അഡീഷണൽ ജഡ്ജി V മൃദുലയുടേതാണ് ഉത്തരവ്. അഡ്വക്കേറ്റ് ജയപ്രമോദാണ് വനംവകുപ്പിന് വേണ്ടി ഹാജരായത്. അന്നു മുതൽ ഈ കേസ് ഏറ്റെടുത്ത അന്നത്തെ റേഞ്ച് ഓഫീസർ സമീർ, DFO ധനേഷ് കുമാർ, പിന്നീട് വന്ന DFO A ഷജ്ന, റേഞ്ച് ഓഫീസർ ഹരിലാൽ തുടങ്ങിയവരാണ് വനംവകുപ്പിന് വേണ്ടി ഈ കേസുകളുമായി മുന്നോട്ട് പോയത്. ഈ ഉദ്യോഗസ്ഥരുടെയും കൂടി ശ്രമഫലമായാണ് ഇത്തരത്തിൽ ഈ കണ്ടുകെട്ടൽ നടപടി ഇപ്പോൾ കോടതി അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേയോ മറ്റോ വന്നില്ലെങ്കിൽ വനംവകുപ്പിന് ലേല നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. കമൽ, ഈ സർക്കാരിലേക്ക് വന്നു ചേരേണ്ട മരങ്ങളാണ് ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെട്ടത്. ഈ നിലയിൽ ഈ ഹർജികളെ നിലനിൽക്കുന്നില്ല എന്ന നിലയിലേക്ക് കോടതി എത്തുന്നത് എടുത്തു പറയേണ്ടതല്ലേ? പ്രജീഷ്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതാദ്യമായാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ തടികളുടെ മുമ്പ് പ്രതികളുടെ അപ്പീലിൽ ഒക്കെയാണ് കോടതിയിൽ വാദവും വിധിയൊക്കെ ഉണ്ടായത്. പ്രതികളുടെ അറസ്റ്റ് സംബന്ധിച്ച് അവരുടെ അപ്പീലല്ല, ജാമ്യവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് മുൻപ് വാദവും വിധിയൊക്കെ ഉണ്ടായിരുന്നത്. ഈ തടികളുമായി ബന്ധപ്പെട്ട ആദ്യമായാണ് ഒരു കേസിൽ വിധി വരുന്നത്. അതായത് വനംവകുപ്പ് വാദിച്ചത് ഇത് സർക്കാരിലേക്ക് നിക്ഷിപ്തമായ തടികൾ പ്രതികൾ അനധികൃതമായി മുറിച്ചു കടത്തിയതെന്ന വാദമാണ് വനംവകുപ്പും സർക്കാരും ഉന്നയിച്ചത്. ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് തടികൾ വിട്ടുകിട്ടണം, അല്ലെങ്കിൽ ഈ കണ്ടുകെട്ടൽ നടപടി റദ്ദാക്കണമെന്ന പ്രതികളുടെ വാദം കോടതി തള്ളിയിരിക്കുന്നത്. ഇത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വനഭൂമിയിൽ നിന്ന് മുറിച്ച മരങ്ങളല്ല. സർക്കാർ വ്യക്തികൾക്ക് പട്ടയം നൽകുമ്പോൾ സർക്കാരിലേക്ക് റിസർവ് ചെയ്തു വെച്ച വൃക്ഷങ്ങൾ, പട്ടയ ഭൂമിയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വൃക്ഷങ്ങളാണ് ഒരു സർക്കാർ ഉത്തരവിനെ തന്നെ മറയാക്കിക്കൊണ്ട് പ്രതികൾ മുറിച്ചു കടത്തിയത്. സ്ഥലം ഉടമകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മരങ്ങൾ മുറിച്ചു കടത്തിയത്. ഈ മരങ്ങൾ മുറിച്ച് എറണാകുളത്തെ മില്ലിൽ നിന്ന് അന്നത്തെ റേഞ്ച് ഓഫീസർ സമീറും സംഘവും ഇത് പിടിച്ചെടുക്കുകയായിരുന്നു. പിടിച്ചെടുത്ത് വനംവകുപ്പിന്റെ ഡിപ്പോയിൽ എത്തിച്ചു. പിന്നീട് തുടർ നടപടികളുടെ ഭാഗമായാണ് DFO ഷജ്നയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഇതിന്റെ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് നടന്നത്. 28ഓളം കേസുകളായാണ് ഇത് കണ്ടുകെട്ടിയത്. ആ കേസുകളിലാണ് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് DFOയുടെ നടപടി റദ്ദാക്കാൻ ജില്ലാ കോടതിക്കാണ് അധികാരം. അതുകൊണ്ട് ജില്ലാ അഡീഷണൽ കോടതിയിലാണ് ഈ കേസ് ഉണ്ടായിരുന്നത്. വേറെ നാൾ നീണ്ടുനിന്ന കേസാണ്. അഡ്വക്കേറ്റ് ജയപ്രമോദാണ് ഗവൺമെന്റ് ലീഡർ വനംവകുപ്പിന് വേണ്ടി വാദിച്ചത്. ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികളുടെ അപ്പീൽ കോടതി തള്ളിയിരിക്കുന്നത്. അതായത് ഈ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഒരു പ്രാഥമികമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. വിധിയുടെ പകർപ്പ് കിട്ടിയാലാണ് നമുക്ക് വിശദാംശങ്ങളിൽ അറിയാനാവുക. എന്താണെങ്കിലും സർക്കാരിന്റെ തടിയാണെന്ന വനംവകുപ്പിന്റെ വാദം പ്രാഥമികമായി കോടതി അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുക. ശരി, M കമലാണ് വിവരങ്ങൾ നൽകിയത്. മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് കോടതിയിൽ തിരിച്ചടി. അപ്പീൽ അംഗീകരിച്ചില്ല, തള്ളുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ചെല്ലേണ്ട മരങ്ങൾ അതാണ് കടത്തിയത്. അപ്പോൾ അതിൽ എന്തായാലും സർക്കാരിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് എന്നുകൂടി ഇപ്പോൾ കോടതിയും നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്.